ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം കോസ്റ്റിൽ ഒരു സാധനങ്ങൾ കുറേ സോഴ്സുകളിൽ നിന്ന് കുറേ ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. എങ്ങനെ മിനിമം കോസ്റ്റിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇത് ചെയ്യാൻ നമുക്ക് 3 മെത്തേഡ്സ് ആണ് ജനറലി ഉള്ളത്: നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്, വോജൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇതിലെ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ എപ്പോഴും അലോക്കേഷൻസ് നൽകുന്നത് ഫസ്റ്റ് സെല്ലിലായിരിക്കും. മെട്രിക്സിന്റെ ഫസ്റ്റ് സെല്ലിലായിരിക്കും അലോക്കേഷൻ നൽകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് നോക്കാം. ഈ പ്രോബ്ലം നോക്കുക. ഇതിൽ നമുക്ക് 4 ഡെസ്റ്റിനേഷൻസും 3 ഒറിജിൻസും ആണുള്ളത്. ഈ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇനി ഓരോ ഒറിജിനിലും എത്രോരം സപ്ലൈ ഉണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. O1 300 ഉണ്ട്, O2 400 ഉണ്ട്, O3 500 ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഡെസ്റ്റിനേഷൻ്റെയും ഡിമാൻഡ് എത്രയെന്നാണ് താഴെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ആദ്യം നോക്കേണ്ടത് എന്താണ്? ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കി ഇത് കൂട്ടുമ്പോൾ 1200 ആണ്. താഴെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1200 ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ടോട്ടൽ സപ്ലൈയും ടോട്ടൽ ഡിമാൻഡും ഈക്വൽ ആണ്. നമുക്കപ്പം ചെയ്യാൻ തുടങ്ങാം. അപ്പം നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ്. നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മളെപ്പോഴും ഫസ്റ്റ് സെല്ലിലാണ് അലോക്കേഷൻ കൊടുക്കുന്നത്. ഈ സെല്ലിലാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കാൻ പോകുന്നത്. അതായത് O1 നിന്ന് D1 നമ്മൾ ആദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എത്രയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? O1 300 കൊടുക്കാനായിട്ടുണ്ട്. പക്ഷേ D1 എത്ര മതി? 250 മതി. അപ്പം നമ്മൾ എത്ര കൊടുത്താൽ മതിയാവും? 250 കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ 250 നമ്മളിവിടെ കൊടുക്കുന്നു. O1 നിന്ന് D1 250 കൊടുത്തു. ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് D1 250 മതി. അത് മൊത്തം നമുക്ക് O1 നിന്ന് കിട്ടി. ഇനി അവിടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കളയാം? ആ കോളം കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്ത് കളയുന്നു. ഇനി വേറൊരു ചേഞ്ച് കൂടെ വരുത്താനുണ്ട്. O1 300 ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതിൽ 250 നമ്മൾ D1 കൊടുത്തു. ഇനി ഇവിടെ മിച്ചം എത്രയേ ഉള്ളൂ? 50 മിച്ചം ഉള്ളൂ. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. D1 ഇല്ല, പകരം D2, D3, D4, O1, O2, O3 ഉള്ളൂ. ഇതിലാണ് നമ്മൾ ഇനി അലോക്കേഷൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെയും ഫസ്റ്റ് സെല്ലിലാണ് നമ്മൾ അലോക്കേഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ കൊടുക്കുന്നു. ഇവിടെ എങ്ങനെയാണ്? D2 O1 നിന്ന് D2 ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. O1 50 ഉള്ളൂ, D2 എത്ര വേണം? 350 വേണം. പക്ഷെ 350 കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. എത്രയേ ഉള്ളൂ? 50 കൊടുക്കാനുള്ളൂ. അപ്പോൾ 50 നമ്മൾ ഇവിടെ നൽകുന്നു. 50 ഇവിടെ കൊടുത്തു. അപ്പം ഈ മൊത്തം ഉണ്ടായിരുന്ന O1 ഉണ്ടായിരുന്ന 50 തീർന്നു. ഇനി 350 ആയിരുന്നു D2 വേണ്ടായിരുന്നത്. അതിൽ 50 നമുക്ക് കിട്ടി. ഇനി മിച്ചം എത്ര മതി? 300 കൂടെ മതി. ഇനി ഈ ചേഞ്ച് വരുത്തി നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പം O1 മൊത്തം തീർന്നത് കൊണ്ട് O1 നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ ചെറിയ മെട്രിക്സ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ അലോക്കേഷൻ നൽകാനായിട്ട് പോകുന്നത്. ഇതിലെ ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? ഇവിടെയാണ് അലോക്കേഷൻ കൊടുക്കുന്നത്. ഇവിടെ എത്രയാണ്? D2 300 വേണം. നമുക്ക് O2 നിന്ന് കൊടുക്കാൻ 400 ഉണ്ട്. എത്ര കൊടുത്താൽ മതിയാവും? 300 കൊടുത്താൽ മതി. 300 ഇവിടെ കൊടുക്കുന്നു. 300 കൊടുത്തു കഴിയുമ്പോൾ D2 ഇനിയൊന്നും ആവശ്യമില്ല. അപ്പോൾ D2 കട്ട് ചെയ്ത് കളയുന്നു. ഇനി 400 ഉണ്ടായിരുന്നതിൽ 300 ഇവിടെ കൊടുത്തു. അപ്പോൾ മിച്ചം ഇനി എത്രയേ ഉള്ളൂ? ഇവിടെ 100 മിച്ചം ഉള്ളൂ. ഇനി വീണ്ടും ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിലെ ഫസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ കൊടുക്കുന്നു. അവിടെ എത്ര കൊടുക്കാം? O2 നിന്ന് D3 കൊടുക്കാനായിട്ടാണ് പോകുന്നത്. D3 400 ആവശ്യമുണ്ട്. എങ്കിലും O2 എത്ര മിച്ചമുള്ളൂ? 100 മിച്ചമുള്ളൂ. അപ്പോൾ നമ്മൾ ആ 100 ഇവിടെ കൊടുക്കുന്നു. 100 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ O2 ഒന്നും മിച്ചമില്ല. അപ്പോൾ നമ്മൾ O2 കട്ട് ചെയ്ത് കളയുന്നു. ഇനി D3 വേണ്ട 400 100 കിട്ടി. ഇനി മിച്ചം എത്ര മതി? 300 മതിയാവും. ഇനി ഈ സെല്ലിലാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഫസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ കൊടുക്കുന്നു. O3 നിന്ന് D3 O3 500 കൊടുക്കാനുണ്ട്. D3 ഇനി എത്ര മതി? 300 മതി. ആ 300 നമ്മൾ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് D3 ഇനി ഒന്നും ആവശ്യമില്ല. അപ്പോൾ D3 കട്ട് ചെയ്ത് കളയാം. ഈ 500 ഇനി മിച്ചം എത്രയേ ഉള്ളൂ? 300 ഓൾറെഡി കൊടുത്തു. ഇനി മിച്ചം 200 ഉള്ളൂ. ഇനി നോക്കുക, ടോട്ടൽ സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആയിരുന്നുകൊണ്ട് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. O3 നിന്ന് D4 സപ്ലൈയും 200 ആണ്, ഡിമാൻഡും 200 ആണ്. അപ്പോൾ എത്ര കൊടുക്കുന്നു? 200 കൊടുക്കുന്നു.
ഇതാണ് നമ്മുടെ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ വെച്ചിട്ടുള്ള സൊല്യൂഷൻ. അപ്പം ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോ അലോക്കേഷനും ആ സെല്ലിലെ കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ എത്ര വരും? 3 × 250 പ്ലസ് 1 × 50 പ്ലസ് 6 × 300 പ്ലസ് 5 × 100 പ്ലസ് 3 × 300 പ്ലസ് 2 × 200. നമുക്ക് ആഡ് ചെയ്യാം. എത്ര വരും? 750 പ്ലസ് 50 പ്ലസ് 6 × 300 1800 പ്ലസ് 500 പ്ലസ് 3 × 300 900 പ്ലസ് 400. ഇനി ഇത് ടോട്ടൽ എടുക്കുമ്പോൾ 4400 എന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിലാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്.